ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി ബ്രേസ്ലെറ്റാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ മെറ്റൽ വയറാണ്, ഗോൾഡൻ കളർ മെറ്റൽ വയർ ഇരിക്കുന്നത് കോർക്കാനായിട്ട്. 03 mm തിക്നെസ് വരുന്ന മെറ്റൽ വയറാണ്. ഇതിനേക്കാൾ കൂടുതൽ കട്ടിയുള്ള മെറ്റൽ വയർ യൂസ് ചെയ്യാം. പിന്നെ 2 ജംപ് റിങ്, ഒരു ഹുക്ക്, പിന്നെ ഗിയർ ലോക്ക് 2 എണ്ണം, പിന്നെ വൈറ്റ് കളർ ബീഡ്സും ഗോൾഡൻ കളർ മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. അത് 6 mm, 4 mm, 2 mm ആ ഒരു റേഞ്ചിൽ വലിപ്പം വരുന്ന മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടൂൾസ്, കട്ടർ ആൻഡ് പ്ലെയർ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മെറ്റൽ വയർ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം. ബ്രേസ്ലെറ്റിന് എത്രയാണോ ലെങ്ത്ത് ആവശ്യമുള്ളത് അതിൻ്റെ ഡബിൾ ലെങ്ത്ത് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം അതങ്ങനെ നടുവേ മടക്കുക. ഒരു ഗിയർ ലോക്ക് എടുത്തിട്ട് ഈ 2 വയർ ചേർത്തി പിടിച്ചിട്ട് നമുക്ക് അതിലോട്ട് കോർക്കാം. അപ്പോൾ ചെറിയ ഗോൾഡൻ കളർ നൂൽ കമ്പിയൊക്കെ ഉണ്ടാവില്ല, അതുപോലെയുള്ള കമ്പി എടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അല്ല, ഇനി കുറച്ച് കട്ടിയുള്ള മെറ്റൽ വയറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഗിയർ ലോക്ക് ഇതിൻ്റെ അറ്റത്ത് കൊണ്ട് ഇങ്ങനെ വെക്കുക. അതായത് ചെറിയൊരു ലൂപ്പ് പോലെ അവിടെയാണ് നമ്മൾ ഈ കൊക്കി കോർക്കുക ലാസ്റ്റ്. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് അവിടെ വിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഗിയർ ലോക്ക് അവിടെ വെച്ച് പ്ലെയർ വെച്ച് അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് നമ്മളവിടെ ഗിയർ ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് മുത്തുകൾ കോർത്ത് തുടങ്ങും. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഒരു മാല ചെയ്തിരുന്നു, ഗിയർ വയർ യൂസ് ചെയ്തിട്ടുള്ളൊരു മാലയായിരുന്നു. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ഇന്ന് ഗോൾഡൻ ഈ മെറ്റൽ വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാറ്റേണിൽ നമ്മൾ മുത്ത് കോർക്കുന്ന ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഗിയർ വയറിനോ അല്ലെങ്കിൽ മെറ്റൽ വയറോ അല്ലെങ്കിൽ യങ്കാസ് പ്ലാസ്റ്റിക് വയർ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മുത്ത് കോർക്കാൻ വെച്ചാൽ മാല കോർക്കാൻ എടുക്കുന്ന ഏത് വയർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗോൾഡൻ കളർ മുത്ത് കോമൺ ആയിട്ട് 2 വയറിലും കൂടി കോർത്തു. അതിനുശേഷം ഒന്നിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ വൈറ്റ് കളർ മുത്ത്, പിന്നെ വലിയ മുത്ത് വീണ്ടും ആദ്യം കോർത്ത അതേ സൈസിലുള്ള ചെറിയ മുത്താണ് കോർക്കുന്നത്. അതായത് 4 mm, 6 mm വരുന്ന 3 മുത്തുകൾ നമ്മൾ ഇത് ഈ ഒരു ഓർഡറിൽ കോർത്തു. ഇനി അടുത്ത വയറിൽ, അതായത് ഒന്നിലാണ് നമ്മൾ 3 വൈറ്റ് കളർ മുത്തുകൾ കോർത്തത്. ഇനി അടുത്ത മെറ്റൽ വയർ നമ്മൾ ഒരു വൈറ്റ് കളർ മുത്ത്, പിന്നെ ഒരു ഗോൾഡൻ കളർ മുത്ത്, വീണ്ടും ഒരു വൈറ്റ് കളർ മുത്ത്. അതിൽ 2 വൈറ്റ് കളർ മുത്തും സെയിം സൈസാണ്, 4 mm വരുന്നത്. പിന്നെ നടുവിൽ 2 mm സൈസ് വരുന്ന ഒരു ഗോൾഡൻ കളർ മുത്താണ് കോർത്തിരിക്കുന്നത്. അപ്പോൾ അതായത് 2 മെറ്റൽ വയറിൽ ഒന്നിൽ നമ്മൾ 3 വൈറ്റ് കളർ ബീഡ്സ് മാത്രം കോർത്തു, മറ്റേതിൽ 2 വൈറ്റ് കളർ മുത്തും അതിന് നടുവിലായിട്ട് ഒരു ഗോൾഡൻ കളർ മുത്തും കോർത്തു. ഇനി കോമൺ ആയിട്ട് ഒരു ഗോൾഡൻ കളർ മുത്താണ് കോർക്കുന്നത്. അപ്പോൾ ഇതേ പാറ്റേണിൽ നമുക്ക് നിറയെ ഡിസൈൻസ് ചെയ്യാം. അതായത് ഒരു വൈറ്റ് കളർ മുത്ത് 2 ഭാഗത്തും കോർത്തിട്ട്, അല്ലെങ്കിൽ 2 എണ്ണം വേറെ വേറെ കളർ ക്രിസ്റ്റൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം 2 ഭാഗത്തും വേറെ വേറെ പാറ്റേണിൽ വേറെ വേറെ ഡിസൈനിൽ മുത്തുകൾ കോർത്തു. ഇനി കോമൺ ആയിട്ട് ഒരു ഗോൾഡൻ കളർ മുത്ത് കോർത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം ഡിസൈൻ വരുന്നത്. അതായത് ഒരു ഭാഗത്ത് 3 മുത്തും വൈറ്റ് കളർ മുത്തും, മറ്റേ ഭാഗത്ത് 2 വൈറ്റ് കളർ മുത്തും, നടുവിൽ ഒരു ഗോൾഡൻ കളർ മുത്ത് വരുന്ന പോലെ. വീണ്ടും നമ്മൾ കോമൺ ആയിട്ട് ഒരു ഗോൾഡൻ കളർ മുത്ത് കോർത്തു. ഇനി കോർക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത്, ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് 3 വൈറ്റ് കളർ മുത്ത് കോർത്തതെങ്കിൽ നെക്സ്റ്റ് കോർക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്ന മെറ്റൽ വയറിലാണ് നമ്മൾ 3 വൈറ്റ് കളർ മുത്ത് കോർക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പോലെയാണ് കോർക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ വൈറ്റ് കളർ മുത്ത് 3 എണ്ണം ഒരു ഭാഗത്ത് കോർത്തു. അതേപോലെ തന്നെ മറ്റേ ഭാഗത്ത് ഇതുപോലെ തന്നെ 2 വൈറ്റ് കളർ മുത്തും നടുവിലൊരു ഗോൾഡൻ കളർ മുത്തും വരുന്നത് നമ്മൾ ഇപ്പോൾ ഇതിൽ കോർക്കാൻ പോവാണ്. അപ്പോൾ 2 ഭാഗത്ത് നമ്മൾ കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും കോമൺ ആയിട്ട് ഒരു ഗോൾഡൻ കളർ മുത്ത് കോർക്കുകയാണ്. ഇപ്പോൾ ഈ ഗോൾഡൻ കളർ മുത്ത് നമ്മൾ ഒരേ സൈസാണ് എടുത്തിരിക്കുന്നത്. 2 വൈറ്റ് കളർ മുത്തിൻ്റെ നടുവിൽ കോർക്കുന്നതും മെറ്റൽ വയറിൽ കോമൺ ആയിട്ട് കോർക്കുന്നതും ഒരേ സൈസിലുള്ള ഗോൾഡൻ കളർ മുത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ വലിപ്പത്തിൽ വ്യത്യാസം വേണമെങ്കിൽ വരുത്താം. അപ്പോൾ ഈ പാറ്റേണിലാണ് നമ്മൾ ബാക്കിയെല്ലാം ഇനി എത്രയാണോ നമുക്ക് ബ്രേസ്ലെറ്റ് ലെങ്ത്ത് വേണ്ടത് അത്രയും കോർക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ 2 ഭാഗത്തും, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 3 മുത്ത് കോർത്ത്, നെക്സ്റ്റ് ഈ ഭാഗത്താണ് കോർക്കുക. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന പോലെ ആദ്യം നമ്മൾ ഈ ഭാഗത്ത് 3 മുത്ത് കോർത്താൽ നെക്സ്റ്റ് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് കോർക്കും. അതുപോലെ ഇത്രയും ലെങ്ത്തിൽ കോർത്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ലോക്ക് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഗിയർ ലോക്ക് എടുക്കുക, 2 വയറിൽ ഒരുമിച്ച് കോർക്കുക. ഒരുമിച്ച് കോർത്ത ശേഷം നന്നായി വലിച്ച് ടൈറ്റ് ചെയ്താൽ നമ്മൾ ലാസ്റ്റ് കോർത്തിരിക്കുന്ന ഗോൾഡൻ കളർ മുത്തുണ്ടല്ലോ അതിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുക. വീണ്ടും നമുക്ക് ചെറിയൊരു ലൂപ്പ് അവിടെ ഉണ്ടാക്കണം. അതായത് ഹുക്ക് കോർക്കാനുള്ള, ജമ്പ് റിങ്ങെല്ലാം കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പിനുള്ള ഗ്യാപ്പ് മാത്രം അവിടെ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചെടുക്കുക. അതായത് 2 മെറ്റൽ വയറിലെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമുക്ക് തിരിച്ച് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുക. ഇതുപോലെ ബാക്ക് സൈഡിലോട്ട് വലിച്ചെടുക്കുക. ഫുള്ളായിട്ട് വലിക്കരുത്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഊരി വരും. അപ്പോൾ കുറച്ച് വലിച്ച് നമ്മൾ ഒരു ലൂപ്പിൻ്റെ ആ ഒരു ഗ്യാപ്പിന് മാത്രം അവിടെ നിർത്തുക. അപ്പോൾ ഒരു വയർ മാത്രം തിരിച്ച് വലിച്ചിട്ട് മറ്റേത് അതേപോലെ തന്നെ നമ്മളവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം പ്ലെയർ യൂസ് ചെയ്ത് നമ്മൾ ഗിയർ ലോക്കിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുക.
പ്രസ് ചെയ്ത് അവിടെ ലോക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന വയറുണ്ടല്ലോ രണ്ടിൻ്റെയും അറ്റം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ ഓരോ ജംപറിങ് എല്ലാം കോർത്ത് ഹുക്ക് അതിലോട്ട് കോർക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് ചോക്കറും ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഹിപ്പ് ചെയിനായിട്ട് സാരിയുടെ മേലേക്ക് ഇടുന്ന പോലെ ഹിപ്പ് ചെയിനായിട്ട് ഇതുപോലെ ലെങ്തി ആയിട്ട് നമുക്ക് ചെയ്താലും നല്ല ഭംഗിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജംപറിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അകത്തുക. ഒരു ജംപറിങ് ഇങ്ങനെ സൈഡിലോട്ട് അകത്തി അതിൽ ഹുക്ക് കോർക്കുക. ഹുക്ക് കോർത്ത ശേഷം നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് രണ്ടറ്റത്ത് ഓരോ ലൂപ്പ് പോലെ വളച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇതുപോലെ കോർക്കുക. അപ്പോൾ ജംപറിങ് അതിലോട്ട് കോർത്ത് ജംപറിങ് ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഭാഗത്ത് ഈ ഹുക്ക് കോർക്കാനുള്ള ഒരു ജംപറിങ് നമുക്ക് കോർക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തന്നെ ജംപറിങ് എടുക്കുക. സൈഡിലോട്ടൊന്ന് അകത്തിയ ശേഷം ഇതിൽ കാണുന്ന ആ ഒരു ലൂപ്പിലോട്ട് കോർത്തിട്ട് ക്ലോസ് ചെയ്യാം. ജംപറിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേ പാറ്റേണിൽ ഗോൾഡൻ വയർ ഇല്ലെങ്കിൽ, അതായത് മെറ്റൽ വയർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫിഷിംഗ് വയർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ അത് വെച്ചിട്ട് ചെയ്യുക. എങ്ങനെ ട്രൈ ചെയ്താലും അതിന് വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.